മാധവ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. എങ്ങനെയായാലും വിഗ്രഹം തിരിച്ചു കിട്ടണം. ക്ഷേത്രം വീണ്ടും ഉണ്ടാവണം. ആ നടയിൽ ചെന്ന് മനസ്സ് നിറയെ പ്രാർത്ഥിക്കാനും സാധിക്കണം. അമ്മയ്ക്കും അതൊരു സ്വപ്നമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മനോജ്. കൃഷ്ണപുരത്തെ സ്ഥലത്തിന്റെ കാര്യമാണ് അമ്മ പറയുന്നത്. അതെ, ആ സ്ഥലം വർഷങ്ങളായിട്ട് കാടുപിടിച്ച് കിടക്കുമല്ലേ. അത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമേ. അഭിരാമി പറഞ്ഞത് തന്നെയാ എന്റെ അഭിപ്രായം. അവിടെ ഒരു കുടുംബക്ഷേത്രം പൂജയും മറ്റും ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിട്ടു നൽകുന്നതാ നല്ലത്. അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി നിത്യപൂജ നടത്തേണ്ടത് അവരുടെ കടമയും അവകാശവും അല്ലേ. അതൊക്കെ ശരിയാ. എനിക്കും ദൈവകാര്യത്തിന് അത് വിട്ടുകൊടുക്കാൻ സന്തോഷം തന്നെയാ. പക്ഷേ പിന്നെന്തോ ഒരു പക്ഷേ. ആ സ്ഥലം ദേവേട്ടൻ ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളും ബിസിനസ്സുകളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ സ്ഥലത്തിന്റെ കാര്യം പ്രത്യേകം പറയും. ആദർശിന്റെ വിവാഹശേഷം അവിടെ ഒരു ചെറിയ വീട് വെച്ച് ഞാനും ദേവേട്ടന് മാത്രമായിട്ട് താമസിക്കണമെന്നും പറയുമായിരുന്നു. അതിനിപ്പോ ദേവൻ നമ്മുടെ കൂടെ ഇല്ലല്ലോ മാധവി. പിന്നെ ഇതുപോലൊരു ഈശ്വര കാര്യത്തിന് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിൽ അവന്റെ ആത്മാവ് സന്തോഷിക്കേയുള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷേ എനിക്കെന്തോ ഒരു ടെൻഷൻ. എന്തിന്? അല്ലെങ്കിൽ തന്നെ ആ സ്ഥലം മുഴുവനായൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ക്ഷേത്രം ഇരിക്കുന്ന ചെറിയ ഭാഗം മാത്രമല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ആർക്കും ഇല്ലാതെ കാട് പിടിച്ച് കിടക്കുന്നതിൽ നല്ലതല്ലേ അമ്മേ അത്. ദേവേട്ടൻ ഉണ്ടാക്കിയൊന്നും തന്നെ ഞാൻ നശിപ്പിച്ചിട്ടില്ല. എല്ലാം സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇതിപ്പോ കൊടുത്താൽ ദേവേട്ടന്റെ ആത്മാവിന് ഇഷ്ടമാവൂ എന്നൊരു സംശയം. അതൊക്കെ നിന്റെ വെറും തോന്നലുകളാ. നീ ഒന്ന് ചിന്തിച്ചേ മാധവി. ആദർശ് അവിടെ എത്രയൊക്കെ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തു. എല്ലാം മുടങ്ങിയില്ലേ? അതിന്റെയൊക്കെ കാരണം പൂജയില്ലാതെ അടഞ്ഞ് മാറാല പിടിച്ചു കിടക്കുന്ന ആ ക്ഷേത്രമാണെങ്കിലോ? അതെ അമ്മേ, ദൈവത്തിന്റെ കാര്യത്തിൽ വാശി പിടിക്കണ്ട. ഈശ്വരന്റെ കാര്യത്തിൽ തടസ്സം നിന്ന് വെറുതെ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. എന്തിനാ ഒരു പരീക്ഷണം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലം നിസ്സാരമാണ്. അല്ലെങ്കിൽ തന്നെ അതിന് ചോദിക്കുന്ന വില തരാന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? മീര എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിട്ട് സാധിച്ചു കൊടുക്കണമെന്ന് തന്നെ എന്റെയും താല്പര്യം. പിന്നെ ഈ കാര്യത്തിൽ അവസാന തീരുമാനം ആദർശിന്റെയാ. അവന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് ഒരു തീരുമാനം അവരെ അറിയിക്കുന്നതാവും നല്ലത്. നിന്റെ തീരുമാനം എന്തായാലും അവൻ അതിനെ എതിർക്കില്ല. പിന്നെ സംശയം എന്തിനാ? ഈശ്വര കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ ആദർശിന്റെ വിവാഹം പോലും തടസ്സമില്ലാതെ വേഗം നടക്കും. അതെ, ഇത്രയും നാളും അനാഥമായി കിടന്ന ആ ക്ഷേത്രം അന്വേഷിച്ച് ഇപ്പൊ അതിന്റെ ഉടമസ്ഥര് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. നല്ല ഈശ്വരവിശ്വാസമുള്ള പെൺകുട്ടിയാ മീര. ആ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന് മീര ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാ ഈ പാടെല്ലാം പെടുന്നത്. നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സമയത്താ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിഗ്രഹം നഷ്ടമായത്. അന്ന് ആ കുട്ടി അനുഭവിച്ച വേദനയും സങ്കടവും ഞാൻ നേരിട്ട് കണ്ടതാ. ജോലി പോലും ആ കുട്ടിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എങ്കിൽ പിന്നെ അവരെ സഹായിക്കല്ലേ മാധവി ചെയ്യേണ്ടത്. ഇങ്ങനൊരു ആലോചന പോലും ഇല്ലാതെ
നീ ആദ്യമേ തന്നെ അവരോട് സമ്മതമാണെന്ന് അറിയിക്കേണ്ടതായിരുന്നു. ഇവിടുത്തെ ഒരു കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാറില്ലല്ലോ ചേച്ചി. നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ടിട്ടല്ലേ ഞാൻ എന്തും ചെയ്യാറുള്ളൂ. എന്റെ ആന്റിയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ആദർശിന്റെ കാര്യം, അത് ആന്റി പറഞ്ഞതുപോലെ അമ്മയുടെ അഭിപ്രായം തന്നെയാവും. ഞാൻ എന്തായാലും അവനോടുകൂടി സംസാരിക്കട്ടെ. അതോ അവൻ ആ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോന്ന് അറിയില്ലല്ലോ. നമ്മൾ മീരയോടും അച്ഛനോടും സമ്മതം പറഞ്ഞു കഴിഞ്ഞ് ആ പാവങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ ശേഷം ആദർശിന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും തീരുമാനം ഉണ്ടായാൽ അത് മോശമല്ലേ? അതും ശരിയാ. ആദർശിനോട് കൂടി സംസാരിച്ച ശേഷം അവരെ വിവരം അറിയിച്ചാൽ മതി. ക്ഷേത്രങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വരും തലമുറയ്ക്ക് അവയൊന്നും നഷ്ടമാകാതെ കൈമാറാൻ പറ്റണം. അതാണ് എന്റെ ആഗ്രഹം. എന്തിനും ഏതിനും ബിസിനസ് മാത്രം കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. എനിക്ക് മനസ്സിലായി ചേച്ചി. ചേച്ചി പേടിക്കണ്ട. നമ്മുടെ ആദർശ് അത്തരം സ്വഭാവത്തിലേക്ക് ഒരിക്കലും പോവില്ല. അവനെ നമ്മൾ വളർത്തിയ കുട്ടിയല്ലേ. മറ്റുള്ളവരുടെ വേദനയും വിഷമവും സ്വപ്നങ്ങളും അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ക്ഷേത്രം മീരയും കുടുംബവും ആഗ്രഹിച്ചതുപോലെ പുനഃപ്രതിഷ്ഠ നടത്തി പൂജ ചെയ്യാൻ അവൻ സമ്മതിക്കും. അങ്ങനെ തന്നെ വിശ്വസിക്കാം. നീ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞോ? ഇല്ലമ്മേ, മനു പോയിട്ടൊന്നും വിളിച്ചില്ലല്ലോ. ഞാൻ അവന് മെസ്സേജ് ഇട്ടിരുന്നു, തിരിച്ചൊരു റിപ്ലൈയും ഇല്ല. അതാ ഞാൻ നോക്കിയേ. എടാ, കുറെ നാളുകൂടി നാട്ടിൽ ചെന്നതല്ലേ, അതിന്റെ തിരക്കുകളായിരിക്കും. അവൻ പിന്നെ സമയം കിട്ടുമ്പോ നിന്നെ വിളിച്ചോളും. മഹേഷ് ഒരു ടെമ്പററി ജോലി കിട്ടി പോയത് പിന്നെ അവൻ്റെ ഒരു വിവരവും ഇല്ല. വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. ഇത്രയും നാൾ കൂട്ടുകാരനെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം നമ്മളൊരു തെറ്റും ചെയ്യാതെ ഓരോരുത്തരും നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ എന്തോ ഒരു വല്ലായ്മ തോന്നുന്നു അമ്മേ. ഇത് നിന്റെ കുഴപ്പം തന്നെയാ സൂരജ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ അതിലൊരു ശ്രദ്ധ വേണം. നമ്മുടെ സെലക്ഷൻ ശരിയാണോന്ന് നോക്കണം. ഒരു പരിധി കൂടുതൽ അവരോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ നോക്കണം. അങ്ങനെയൊക്കെ നോക്കി കൂട്ടുകാരെ ഉണ്ടാക്കാൻ പറ്റുമോ അമ്മേ? ഇതൊക്കെ നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നതല്ലേ. അങ്ങനെ സംഭവിച്ചാലും അതിലൊരു സത്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന പോലെ വിഷമിക്കേണ്ടി വരത്തില്ല. ആ, ശരിയായിരിക്കാം. ഇനി മുതൽ അതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാ നമുക്ക് തന്നെയാ നല്ലത്. മുത്തശ്ശന, സൂരജ്, നീ അറിഞ്ഞോ എന്താ മുത്തശ്ശ? മനുവിന്റെ കാര്യം? ഇല്ല, മനുവിൻ്റെ എന്ത് കാര്യം? ഞങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ നാട്ടിൽ പോയിട്ട് ഒന്നും വിളിച്ചില്ലല്ലോ. മെസ്സേജ് ഇട്ടിട്ട് മറുപടിയുമില്ല. മോനെ, നമ്മുടെ മനു അവൻ മരിച്ചു പോയടാ. മരിച്ചുപോയോ? അതെ. അവൻ എന്താ മുത്തശ്ശ പറ്റിയത്? എങ്ങനെയാ അവൻ? ട്രെയിനിൽ നിന്ന് വീണതാ. വാതിലടുത്ത് നിന്നപ്പോ വാതിലടഞ്ഞ് തെറിച്ചു വീണെന്നാ പറയുന്നത്. സത്യം എന്താണെന്ന് അറിയില്ല. കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമായി പോയല്ലോ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മനുവിന്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. അറിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിന്നെ എങ്ങനെങ്കിലും അറിയിക്കണമെന്ന് തോന്നി. ഫോണിൽ പറയാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. അല്ലാതെ എന്തു പറയാനാ? ആദർശ്, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമ്മേ? ഇന്നലെ രാത്രി കഴിഞ്ഞിട്ട് ബാലൻസ് ആണോ? ഇന്നലെ പറയേണ്ട കാര്യമായിരുന്നു. പക്ഷെ മഹിയുടെ കാര്യം പറഞ്ഞ് വഷളായതുകൊണ്ട് സംസാരിക്കാനുള്ള മനസ്സങ്ങ് പോയി. അതെന്താ പുതിയ കാര്യം? നീ വാ, അങ്ങോട്ടിരിക്കാം. എടാ, നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന മീരയും അച്ഛനും ഇന്നലെ ഇവിടെ വന്നിരുന്നു. എന്തിന്? ജോലിയുടെ ആവശ്യത്തിനാണോ?
അല്ല മോനെ, കൃഷ്ണപുരത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഇല്ലേ, ആ അത് മീരയുടെ കുടുംബക്കാരുടെ ആയിരുന്നു. ആണോ? അവിടെ ഒരു ക്ഷേത്രം ഉള്ളത് നിനക്കറിയില്ലേ? അറിയാം. ഞാനവിടെ 1-2 പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്തെങ്കിലും നടക്കാതെ പോയതല്ലേ. ആ അതെ, അവർക്കിപ്പോൾ ആ ക്ഷേത്രവും ആ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും തിരികെ വേണമെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന വില തരാൻ അവർ തയ്യാറാണ്. അവരുടെ കുടുംബക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്താനോ മറ്റോ ആണ്. അതെങ്ങനെ ശരിയാവും? മീരയുടെ വീട്ടിൽ നിന്നൊരു വിഗ്രഹം നഷ്ടപ്പെട്ടിരുന്നില്ലേ, അതാ ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന. ആ വിഗ്രഹം തിരികെ കിട്ടാൻ വേണ്ടിയോ മറ്റോ ആണ്. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? എനിക്കങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം പറയാൻ പറ്റില്ലല്ലോ. നിന്നോടോ അഭിയോടോ ആലോചിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞത്. എന്നിട്ട് രണ്ടാളും കൂടി എന്ത് തീരുമാനിച്ചു? ആ സ്ഥലം അവർക്ക് വിട്ടു നൽകുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഈശ്വരകാര്യത്തിന് വേണ്ടിയല്ലേ. സുഭദ്രേച്ചി ഇത് തന്നെയാ പറയുന്നത്. പക്ഷേ എനിക്കെന്തോ മനസ്സുകൊണ്ട് പൂർണ്ണമായി അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ കൊടുക്കാൻ പറ്റില്ലെന്ന് തീരുമാനം എടുക്കാനും ആവില്ല. ആ പ്ലോട്ടിൽ എനിക്ക് ഒരുപാട് പ്ലാനുകളുള്ളതാ. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു പോർഷൻ കൊടുക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അഭി പറഞ്ഞതുപോലെ അവരുടെ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കണമെന്നുമില്ല. ഏതായാലും അമ്മ ഒരു തീരുമാനം എടുത്തോളൂ. അതെന്തായാലും എനിക്ക് സമ്മതമാണ്. കൃഷ്ണപുരത്തെ ആ സ്ഥലം ദേവേട്ടൻ ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാനും ആവുന്നില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഈശ്വര സാന്നിധ്യമുള്ള ഒരു സ്ഥലം നമ്മൾ കൈയടക്കി വെച്ച് കാട് പിടിപ്പിക്കുന്നതുകൊണ്ട് എന്താ നേട്ടം? ആ പെൺകുട്ടിയും അതിന്റെ അച്ഛനും ആ സ്ഥലത്തിന്റെ അവകാശികളെ കണ്ടെത്തി ഇവിടെ വരെ വരണമെങ്കിൽ അത് അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാവില്ലേ? അത് ശരിയമ്മേ. അന്ന് വിഗ്രഹം നഷ്ടപ്പെട്ട സമയത്ത് ആ കുട്ടിയുടെ അവസ്ഥ അമ്മ നേരിട്ട് കണ്ടതാണെന്നല്ലേ പറഞ്ഞത്? അതെ, അതാണ് എനിക്കൊരു ടെൻഷൻ. പക്ഷേ ആ സ്ഥലം വിട്ടുകളയാനും മനസ്സ് വരുന്നില്ല. അവരെ സഹായിക്കണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. എന്തു വഴി? അതാലോചിക്കണം. പിന്നെ അമ്മയുടെ മനസ്സിൽ കൃഷ്ണപുരത്തെ സ്ഥലം ആർക്കും കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മളൊരു നോ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവരെ സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ആശങ്കയുണ്ട്. മീരയും അവളുടെ അച്ഛനും ഒക്കെ പാവങ്ങളാണ്. പക്ഷേ ബന്ധുക്കളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായാൽ പിന്നെ തീരുമാനമെടുക്കാൻ പ്രയാസമാണ്. അതാ എന്റെ പ്രശ്നം. അപ്പോ സ്ഥലം കൊടുക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? ഏയ്, അങ്ങനെയല്ല മോളെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ. പക്ഷെ ഒന്ന് ഓർക്കണം, ഇതൊരു ഈശ്വര കാര്യമാണ്. ഭഗവാനെ വെച്ചുള്ള കളികള് ദോഷം ചെയ്യും. ഈശ്വര കോപം ഉണ്ടായ അത് ബാധിക്കുന്നത് വരാൻ പോകുന്ന തലമുറയെ കൂടിയായിരിക്കും. നീ ടെൻഷനാവണ്ട. ആരെയും വിഷമിപ്പിക്കാതെയും ആർക്കും നഷ്ടം വരാതെയും ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ വക്കീലുമായിട്ടും സംസാരിക്കട്ടെ. അദ്ദേഹം എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല. ആ, അത് ശരിയാ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഒരു തീരുമാനം എടുക്കണം. ഈ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും ടെൻഷൻ ആവുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ കുറച്ച് സ്ഥലം ദേവ ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. പിന്നെന്താ? എനിക്ക് മറ്റെല്ലാ പ്രോപ്പർട്ടിയേക്കാളും പ്രാധാന്യം ആ സ്ഥലത്തിനാണ്. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞതല്ലേ. എന്റെ ദേവേട്ടൻ അവസാന നാളിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥലമാണത്. അത് കൈവിട്ടു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്നാൽ അവരെ സഹായിക്കുകയും വേണം. അമ്മ വിഷമിക്കാതെ. ആർക്കും ദോഷമില്ലാത്തൊരു തീരുമാനം നമുക്കുണ്ടാക്കാം. അതുപോലെ അത് മതി. ശരി. അമ്മ ഇനി കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. വക്കീലിന്റെ സജഷൻ അറിയട്ടെ, എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല മോനെ. എന്നാലും സൂക്ഷിക്കണം. ഇതൊക്കെ എന്തിൻ്റെയെങ്കിലുമൊക്കെ തുടക്കമാണോ എന്ന് ആർക്കറിയാം. നെഞ്ചിലാകെ ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക.
ഞാനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല മുത്തശ്ശ. എന്നാലും മനുവിനിങ്ങനെ സംഭവിച്ചല്ലോ. എല്ലാം നിർത്തി ഇനി നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നും പറഞ്ഞ് തിരിച്ചു പോയതാ. വല്ലാത്തൊരു വിധിയായി പോയി. മരണത്തിനൊരടുക്കും ചിട്ടയൊന്നുമില്ല. വയസ്സും പ്രായമൊന്നും അതിനൊരു മാനദണ്ഡവുമല്ല. എന്നാലും പ്രായം കുറഞ്ഞവരുടെ മരണം അതെന്നും മനസ്സിലൊരു നീറ്റൽ തന്നെയാ. ഇത്രയും നാളത്തെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ കണ്ടു, എന്തൊക്കെ അനുഭവിച്ചു. സ്വന്തം മകന്റെ മരണം പോലും കാണേണ്ടി വന്ന ദുർവിധിയുണ്ടായി. ഇനി എന്തൊക്കെ അനുഭവിക്കാനാണോ ഈ ജീവിതം ഇങ്ങനെ ബാക്കിയിട്ടിരിക്കുന്നത്? മുത്തശ്ശൻ ഒരുപാട് കാട് കയറി ചിന്തിച്ചു കൂട്ടി. മനസ്സ് വിഷമിപ്പിക്കരുത്. നേരത്തെ മുത്തശ്ശൻ തന്നെ പറഞ്ഞതുപോലെ എല്ലാം വിധിയാണ്. അങ്ങനെ ചിന്തിച്ച് ആശ്വസിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശൻ വന്നായിരുന്നോ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് കയറുവാ. ഞാൻ നേരത്തെ വന്നതാ മോളെ, പോവാൻ ഇറങ്ങിയായിരുന്നു. മോളിത് എവിടെ പോയിട്ട് വരിക? ആ, ഞാൻ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോയതാ. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങ് പോന്നു. അച്ഛൻ അങ്കിളിനെ കൊണ്ട് വിടാൻ പോയി. ആ, എന്നാ മോള് കയറിക്കോ, ഞാൻ ഇറങ്ങുക. ആ, ഒരു മിനിറ്റ് മുത്തശ്ശ. ഇത് വെച്ചോ മുത്തശ്ശ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. വേണ്ട മോളെ, അഹങ്കാരം കൊണ്ട് വാങ്ങാത്തതാണെന്ന് കരുതണ്ട. ഇപ്പൊ എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. വലിയ തോതിലുള്ള മദ്യപാനമൊന്നുമില്ല. മനസ്സിപ്പോ മറ്റൊരു വഴിക്കൊക്കെ സഞ്ചരിച്ചു തുടങ്ങി. ഒരുപാട് പണത്തിന്റെ പിറകെ വെറുതെ ഓടിയാല് ഓടി തളരുമെന്നല്ലാതെ മനസ്സിന് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് പൈസ മോടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്ക് കുറച്ച് പൈസ തരാൻ മോൾക്ക് മനസ്സുണ്ടായല്ലോ, അതിലൊത്തിരി സന്തോഷം. ഈശ്വരൻ മോളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മുത്തശ്ശന് സൂരജിനെ പോലെ തന്നെയല്ലേ? കൊച്ചുമോളെ തരുന്നേന്ന് കരുതിയാൽ മതി. ദാ ഇതിരിക്കട്ടെ. മോൾ എനിക്ക് സൂര്യനെ പോലെ തന്നെയാണ്. പക്ഷെ ഒരു മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ മോളോട് ഒരിക്കലും സ്നേഹത്തോടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എന്നിട്ടും എന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ മോൾക്ക് സാധിക്കുന്നത് വലിയൊരു മനസ്സുണ്ടായതുകൊണ്ടാ. ഈ പണം ഞാൻ ഇപ്പൊ വാങ്ങിയ എനിക്കത് വലിയ സങ്കടം ഉണ്ടാക്കും. പക്ഷേ അടുത്ത തവണ ഞാൻ വരുമ്പോ മോൾ എനിക്ക് 1 രൂപ തന്നാലും ഞാനത് വാങ്ങും. ശരി, മുത്തശ്ശന്റെ ഇഷ്ടം. എന്നാ ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ഡാ, ശരിക്കും ആ കൊച്ചു പാവാ, നല്ല മനസ്സാണ്. തെറ്റ് പറ്റിയത് നമുക്കാടാ. മുത്തശ്ശ, മനുവിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുവോ. ഇനി മുത്തശ്ശനും കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ എനിക്ക് വല്ല ഡിപ്രഷനും ഉണ്ടാവും. നമുക്കിതിവിടെ നിർത്താം, അല്ലെങ്കിൽ ശരിയാവില്ല. മുത്തശ്ശൻ്റെ മനസ്സാകെ കലങ്ങിയിരിക്കുക. അതാ മീരയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. വെറുതെ അതും ഇതും പറയാതെ കാശ് വാങ്ങി പോക്കറ്റിലിട്ടാൽ മതിയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമെന്തോ. അവൾക്ക് എന്തിനാ സംശയം തോന്നുന്നത്? ഒരു മനുഷ്യൻ സാധാരണ പെരുമാറുന്നതിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലുമൊക്കെ പറയുകയോ ചെയ്യുകയോ ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നില്ലേ? എടാ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കും. അതൊക്കെ നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസമുണ്ടാക്കും. ആയിക്കോട്ടെ, മുത്തശ്ശന് ഒറ്റയ്ക്കിരുന്ന് ഒരുപാടൊന്നും ആലോചിക്കണ്ട. വേണമെങ്കിൽ 2 എണ്ണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങ്. അപ്പൊ കുറേയൊക്കെ അങ്ങ് ശരിയാവും. ഇന്നിനി എത്ര എണ്ണം കഴിച്ചാലും ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിലും നല്ലത് ഒന്നും കഴിക്കാതിരിക്കുന്നതാ. കഴിച്ചാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. ഞാൻ പോവുക. സാറിനെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. മീരയെ കാണാൻ സാധിച്ചാലെന്ന് കരുതിയാണ് ഞാൻ വന്നത്. എന്നെ കാണാനോ? അതെന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വല്ലതും സംസാരിക്കാനാണോ? മീരയുടെ മനസ്സിലിപ്പോ ആ ഒരു കാര്യം മാത്രം ഉള്ളെന്ന് തോന്നുന്നല്ലോ.
സത്യം പറയാലോ, എന്റെ മനസ്സിലിപ്പോൾ അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഭഗവാന്റെ വിഗ്രഹം തിരിച്ചു കിട്ടണം. സത്യത്തിൽ മീര എനിക്കൊരു അത്ഭുതമാണ്. ഞാനോ? അതെന്താ സർ? ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്തും അല്ലാതെയുമായി ഒരുപാട് പെൺകുട്ടികൾ സുഹൃത്തുക്കളുമായിട്ടുണ്ട്. പക്ഷേ അവരിലൊന്നും ഞാൻ മീരയെപ്പോലെ ഒരു പെൺകുട്ടി കണ്ടിട്ടില്ല. സാറെന്താ എന്നെ കളിയാക്കാണോ? ഹേയ്, ഒരിക്കലുമില്ല. മീര ശരിക്കും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പെൺകുട്ടിയാണ്.